ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ് ഈ വൈറ്റമിൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുന്നതിന് ബദലായിട്ട് നാച്ചുറലായിട്ട് ഫുഡിൽ കൂടി തന്നെ നമ്മൾ എടുക്കണമെന്നുള്ളത്. പക്ഷേ അതിൽ വൈറ്റമിൻ ഡി കുറച്ച് ടഫാണ്. കാരണം അത് ഫുഡിൽ കൂടി വരുന്ന ഒന്നല്ല എന്നുള്ളതിൻ്റെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം ഈ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ തട്ടി അങ്ങനെ നമ്മുടെ സ്കിന്നിൽ കൂടിയാണ് അതിൻ്റെ ഒരു വലിയ ലോങ് പ്രോസസ്സാണ്. വൈറ്റമിൻ കിട്ടണമെങ്കിൽ നമുക്ക് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ തട്ടണം. പക്ഷേ ഇന്ന് അധികം ആളുകളും ഇൻഡോർ ജോലി ചെയ്യുന്ന കാരണം അധികം ആളുകൾക്ക് നമ്മുടെ ജനറൽ പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻഡോർ ജോലി ചെയ്യുന്ന അധികം ആളുകൾക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ഇതിനെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ അല്പം പുറത്തിറങ്ങുക, മറ്റ് ഓപ്പൺ സ്പേസിൽ നമ്മൾ ചില വ്യായാമങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിന് ഒരു മാർഗം. വൈറ്റമിൻ ഡിൻ്റെ കാര്യത്തിൽ മാത്രം ചിലപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കേണ്ടി വരുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാം. അപ്പോൾ എല്ലാവരും വൈറ്റമിൻ ഡി വൺസ് ഇൻ എ വൈൽ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായാൽ എസ്പെഷ്യലി മിഡിൽ ഏജ് ആൻഡ് എൽഡർലി പീപ്പിളിൽ ഒരുപാട് കാരണങ്ങൾക്ക് വേഗമായിട്ടുള്ള സിംറ്റംസ്, ക്ഷീണം, ശരീരവേദന, അസ്ഥിവേദന, ഇങ്ങനെയൊക്കെ ഒരുപാട് സിംറ്റംസ് ഉണ്ടാകും. അതുകൊണ്ട് അത്തരം ആളുകൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് വൈറ്റമിൻ ഡിനെ സപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഒരു ആരോഗ്യപരമായ ഒരു വൈറ്റമിൻ ഡി ലെവലിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.